നമസ്കാരം. മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ്. നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത്. അമ്മാവന്റെ മകളായ ഗോകുലയായിരുന്നു നവതു. ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത്. അതേസമയം ഗോകുലയുമായുള്ള വിവാഹം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യം വന്ന ആഘോഷം ബാലയുടെ പിറന്നാളായിരുന്നു. പിറന്നാളിന് വേണ്ടപ്പെട്ടവർക്കായി സൽക്കാരം ഒരുക്കിയ ബാലയും ഗോകുലയും ന്യൂ ഇയറും ക്രിസ്തുമസും പുതിയ വീട്ടിൽ ആഘോഷിച്ചു. അതുപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞു വന്ന ആദ്യത്തെ തലപ്പൊങ്കാൽ. അതും അത്യന്തം ആഘോഷമാക്കിയിരിക്കുകയാണ് ബാലയും ഗോകുലയും. തമിഴ്നാട്ടുകാരനായ ബാല ഗോകുല വന്ന ശേഷമാണ് കൂടുതൽ ഭക്തനായതെന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ ശരി തന്നെയാകും. എല്ലാ ദിവസവും അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെയാണ് തനിക്ക് കിട്ടിയതെന്നാണ് ബാല പറഞ്ഞത്. ആദ്യത്തെ പൊങ്കൽ കഴിഞ്ഞ ദിവസമാണ് ബാലയും ഗോകുലയും ആഘോഷമാക്കിയത്. രാവിലെ എണീറ്റ് ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്ന ഗോകുല മുറ്റത്തും കോലം വരച്ചും പൊങ്കൽ നേദിച്ചും പുത്തൻ വീഡിയോയിൽ നിറയുന്നുണ്ട്. വീഡിയോയിൽ ഉടനീളം തന്റെ ഭർത്താവിനോടുള്ള കരുതലും ശ്രദ്ധയും ഗോകുല കാണിക്കാൻ മറക്കുന്നില്ല. ബാലയെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഗോകുല ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിളച്ച എണ്ണയുടെ അടുത്തു നിന്നും മാമ സൂക്ഷിക്കണേ എന്ന് സ്നേഹത്തോടെ ശാസിക്കുന്ന ഗോകുലയെ കുറിച്ചാണ് സംസാരം. തമിഴ്നാട്ടിൽ പൊതുവെ ഭർത്താക്കന്മാരെ ദൈവമായിട്ടാണ് മിക്ക സ്ത്രീകളും ഇപ്പോഴും കാണുന്നത്. സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തിയും മിഞ്ചിയും കുപ്പിവളയും അണിഞ്ഞും ആണ് ഗോകുല എപ്പോഴും ബാലയ്ക്കൊപ്പം എത്തുന്നത്. മാത്രവുമല്ല, ഒപ്പം വന്നപ്പോൾ മുതൽ ബാലയുടെ ഒരു നിയന്ത്രണം തന്നെ ഗോകുലയുടെ കയ്യിലാണെന്ന് പറയുന്നതിൽ നടനും പരാതിയില്ല. പഴയ ഓർമ്മകളൊന്നും അവശേഷിപ്പിക്കാതെയാണ് ബാല പുതിയ ജീവിതം തുടങ്ങിയത്. പാലാരിവട്ടത്തെ കോടികൾ വില വരുന്ന വീട് വിട്ടാണ് വൈക്കത്തേക്ക് ബാലയും ഗോകുലയും മാറിയത്. പുതിയ വീട്ടിൽ ഞങ്ങൾ അത്രയും ഹാപ്പിയാണെന്നാണ് ഇരുവരും പറഞ്ഞത്. ഷൂട്ടിങ്ങും ബോട്ടിങ്ങും ഒക്കെയായി നല്ലൊരു സായാഹ്നമാണ് എല്ലാ ദിവസവും. രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ട് ഉണരുമ്പോൾ ജീവിതം ധന്യമാകുന്നു എന്നാണ് ബാല പറഞ്ഞത്. വീട് മാത്രമല്ല, പഴയ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ബാല പുതിയ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. പുത്തൻ ചാനൽ പോലും ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് നടൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വാദിഷ്ടമായ ഭക്ഷണം, സമാധാനം, അതെല്ലാം തന്റെ ഭാര്യ തനിക്കായി തരുന്നു. ഓൺലി പോസിറ്റീവ് സംഗതികൾ. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ശാന്തമാണ്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ അലട്ടുന്നില്ല. എന്റെ ബ്ലഡ് റിസൾട്ടുകൾ എല്ലാം നോർമലായെന്ന് ബാല പറഞ്ഞു.